അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇഞ്ചിക്കറി പുരട്ടി, മുട്ടയുണ്ട്, മുട്ട ഓംലെറ്റ് ഉണ്ട്, ബുൾസ ഉണ്ടാക്കിയതാണ്. മത്തിരിച്ചിട്ടിട്ട് ബുൾസ ഉണ്ടാക്കിയതുണ്ട്. അപ്പം ബ്രെഡ് കുറിച്ച് കഴിക്കാനായിട്ട് സൗകര്യമുണ്ട്. ഒപ്പം തന്നെ പൊമോഗ്രാനേറ്റും ഉണ്ട്. തീർന്നു. ഇനിയും നാളെ മുതലൊക്കെ പഴം, ഏത്തയ്ക്ക അതൊക്കെ ഉള്ളൂ. ഇത് ഏത്തപ്പഴം വഴറ്റിയത് നല്ല ടേസ്റ്റാണ്. പ്രത്യേകം പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർത്തില്ല. നെയ്യിൽ ഏത്തപ്പഴം പഴുത്തത് വട്ടത്തിൽ കഴിഞ്ഞ് വഴറ്റിയിട്ട് തേങ്ങാപ്പീര ചേർക്കാം. അതിനകത്ത് ശർക്കര, പഞ്ചസാര ചേർക്കേണ്ടതൊക്കെ ചേർക്കാം. കാഷ്യൂ, കിസ്മിസൊക്കെ ചേർക്കാം. അതൊന്നും പ്രത്യേകം ചേർത്തില്ല. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കൊഴുക്കട്ടയോ അടയോ അങ്ങനെയുള്ളത് ഉണ്ടാക്കണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ബ്രെഡിനകത്ത് വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ചൊവ്വാഴ്ച രാവിലെ സമയം 10:45 കഴിഞ്ഞു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെയും കഴിച്ചില്ല. രാവിലെ ഒരു കോഫി കുടിച്ചു. ഇന്ന് മുതൽ ശനിയാഴ്ച വരെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. കാരണം 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും അല്പം ലഘുവായിട്ട് കഴിച്ചാലും വീണ്ടും 10:30 ഈ സമയമാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും കൊണ്ട് അഡീഷണൽ കഴിക്കേണ്ടതായ ഒരു സിറ്റുവേഷൻ. ഞായറാഴ്ച പള്ളിയിൽ പോയപ്പോഴും ഒരല്പം ഒരു ഏത്തപ്പഴവും ഒരു പീസ് ബ്രെഡും കഴിച്ചിട്ടാണ് പോയത്. എങ്കിലും തിരിച്ചു വന്ന് ഞാൻ ഏതാണ്ട് അല്പം കഴിച്ചു. വീണ്ടും ഇന്നലെ സേമിയ ഉപ്പുമാവായിരുന്നു. എന്നിട്ടും 11 മണിയായപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്നൊരു ചിന്ത വന്നു. ഷുഗറിൻ്റെ ടാബ്ലറ്റൊക്കെ കഴിക്കുന്നുണ്ട്. ചെറിയ വിശപ്പൊക്കെ അന്നേരം തോന്നും. അതുകൊണ്ട് ശനിയാഴ്ച ഒരു 4-5 ദിവസം കൂടെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തന്നെയാണ്. ഇന്നലെ രാത്രി 7:30 ഫുഡ് കഴിച്ചതാണ്. 10:45 10:30 വരെ ഉള്ളൂ ഒരു സമയം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രെഡും ഒരു മുട്ടയും, മുട്ട ബുൾസയാണ്. കൂട്ടത്തിൽ ഇഞ്ചിക്കറിയുണ്ട്, നമ്മുടെ പീനട്ട് ബട്ടറുണ്ട്. പീനട്ട് ബട്ടർ ഞാൻ എടുക്കുന്നില്ല, അത് മധുരമാണ്. അതുകൊണ്ട് ഇഞ്ചിക്കറിയാണ് ഇതിനെ ബ്രെഡിൽ ജാം പോലെ തേച്ച് കഴിക്കാനായിട്ട് പോകുന്നത്. പിന്നെ കൂട്ടത്തിൽ മക്കളൊക്കെ വന്നപ്പം കൊണ്ട് ആപ്പിൾ പൊമോഗ്രാനേറ്റും ഉണ്ട് കുറച്ച്. പിന്നെ നമ്മുടെ ഏത്തപ്പഴം വഴറ്റിയത് ഒരു ദിവസം രാവിലെ കഴിഞ്ഞ ആഴ്ച കഴിച്ചത്, അതും കുറച്ചെടുത്തു. ഇതൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന സാധനങ്ങളാണ്. നമ്മൾ പെട്ടെന്ന് ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഒരു ബ്രെഡോ കൂട്ടി നമുക്കിതൊക്കെ പെട്ടെന്ന് കഴിക്കാം. അപ്പോൾ നമുക്കിത് കഴിക്കാനായിട്ട് തുടങ്ങാം. ജസ്റ്റ് അല്പം ഇഞ്ചിക്കറി ഇതിലോട്ട് ആച്ചി കമ്പനിയുടെയാണ്, നല്ല ടേസ്റ്റാണ്. അതാണ് ഞാൻ മിക്കവാറും ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഉപയോഗിക്കുന്നത്.